ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഗാർലിക് റൈസ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഒക്കെ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് വേണ്ടാത്തവർക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഗാർലിക്കാണ്, വെളുത്തുള്ളി. അത് ഞാനൊരു 10 അല്ലി എടുത്തിട്ടുണ്ട്. അത് വലിയ അല്ലിയാണ്. അതൊന്ന് കൊച്ചായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് ഒത്തിരി ക്രഷ് ചെയ്ത് എടുത്തതല്ല, എന്നുവെച്ചാൽ പൊടിയായിട്ട് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. അത് ഞാൻ ഇതിനെ നെയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ കയറി വന്നാൽ നമുക്കിങ്ങനെ തയ്യാറാക്കിയെടുക്കാം. നല്ലൊരു ഡിഷാണിത്. അപ്പോൾ ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇതിപ്പോൾ ഞാനൊരു 1.5 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് വേവിച്ചെടുത്തത്. അതിനകത്ത് കുറച്ച് നെയ്യും ആവശ്യത്തിന് ആ അരിക്ക് വേണ്ടുന്നത്ര ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുത്ത് ഞാൻ ഇപ്പോൾ ഇതിനകത്തേക്കിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഈ നെയ്യും ഈ വെളുത്തുള്ളിയായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അരി ഇങ്ങനെ വേവിച്ചെടുക്കേണ്ടതെന്ന് ഒരുമാതിരി എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് വേറൊരു റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ട്, അന്നേരം കാണിച്ചു തരാം. ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു കുറച്ച് പുതിനയിലയാണ് ഇട്ട് കൊടുത്തത്. അപ്പം പിന്നെ ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് ഒനിയന് അരിഞ്ഞെടുത്ത് വളരെ സ്ലൈസ് ചെയ്താണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഈ നെയ്ക്കകത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരു ബ്രൗൺ കളർ ആവണം. നമ്മൾ നെയ്ച്ചോറിൻ്റെ ബിരിയാണിയുടെ ഒക്കെ പുറത്ത് കണ്ടിട്ടില്ലേ, ബ്രൗൺ കളറിൽ ഒനിയൻ കിടക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ അതേപോലൊക്കെ നമുക്ക് ഇതോടെ ഒന്ന് ചെയ്തെടുക്കാം. കുറച്ച് ഈ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇച്ചിരി കൂടെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറായിട്ട് കിട്ടും. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പോക്കറ്റ് നല്ല ഭംഗിയായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഡിഷാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും നല്ലതാണ്. ഗാർലിക് ആയതുകൊണ്ട് വയറിനൊക്കെ നല്ല ഇതായിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ അറിയിക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. പിന്നെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലിയിലേക്കോ ഫ്രണ്ട്സിലേക്കോ ഒക്കെ എത്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ. ഇതിൻ്റെ മോനാണ്. അതുകൊണ്ട് മഴയത്ത് കിടന്ന് ഭയങ്കര ചാട്ടമാണ്. നല്ല മഴയാണ് ഇവിടെ. ഞാൻ ഫുഡ് കുക്ക് ചെയ്യാൻ പോയ സമയത്തേക്ക് ആശാൻ വെളിയിലേക്ക് ഇറങ്ങിയതാണ്. ഹസ്ബൻഡും അമ്മയും ഇവിടെ നോക്കിയിരിക്കും എൻ്റെ കളി കണ്ടുകൊണ്ട്. മോനോ കയറി വാ മോനെ, എൻ്റെ തലയൊക്കെ തോത്തിട്ട് കയറി വന്നേ. അമ്മ റൈസ് റെഡിയാക്കി വെച്ചേക്കുന്നു. കയറി വന്നേ ഇങ്ങോട്ട്.